ഡിഗ്രിയോ ഡിപ്ലോമയോ എന്തുണ്ടായിട്ടെന്താ? കാര്യങ്ങൾ ജോറായി നടക്കണമെങ്കിൽ നല്ല ജോലി, മികച്ച ശമ്പളവും 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസോട് കൂടി ഇന്ത്യയിലും വിദേശത്തും മികച്ച തൊഴിലവസരങ്ങളുള്ള NCVT സർട്ടിഫിക്കറ്റോട് കൂടിയ ഫിറ്റർ കോഴ്സ്, ടാറ്റ സർട്ടിഫിക്കറ്റോടെ ഓട്ടോമൊബൈൽ ടെക്നീഷ്യൻ കോഴ്സ്, കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടിയ വെൽഡർ കോഴ്സ്, കൂടാതെ വനിതകൾക്കായി കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോട് കൂടിയ വളരെ കുറഞ്ഞ ഫീസിൽ ബ്യൂട്ടീഷ്യൻ കോഴ്സുകൾ ഇനി ജൂബിലി മെമ്മോറിയൽ പ്രൈവറ്റ് ITI നിന്നും പഠിക്കാം. ഓർമ്മകളുടെ വയൽ വരമ്പത്ത് ഞാറ്റുവേല ഓർമ്മകളുമായി ദേവുചേച്ചി. കർഷകരുടെ പ്രതീക്ഷയായ തിരുവാതിര ഞാറ്റുവേലയ്ക്ക് തുടക്കമായി. ഇനിയുള്ള 2 ആഴ്ചക്കാലം കൃഷിപ്പണികൾക്ക് തുടക്കമിടുന്ന കാലമാണിത്. എന്നാൽ നെൽകൃഷി കുറഞ്ഞതും കാലാവസ്ഥ വ്യതിയാനവും കാരണം ഞാറ്റുവേല ഇന്ന് കാർഷിക കലണ്ടറുകളിലെ ഒരു ഓർമ്മയായി മാറുകയാണെന്ന് കർഷകർ പറയുന്നു. കൂവപ്പടി പഞ്ചായത്തിലെ 21-ാം വാർഡിലെ മദ്രാസ് കവല ഉന്നതിയിൽ നരിമറ്റത്തിൽ ദേവു 77 7-ാം വയസ്സ് മുതൽ കൃഷിപ്പണിയിലുണ്ട്. ഒരു കാലത്ത് ഞാറുനടലിലെ വേഗമേറിയ താരമായിരുന്ന ദേവുചേച്ചി തിരുവാതിര ഞാറ്റുവേലയുടെ 14 ദിവസവും മഴ ലഭിച്ചാൽ ആ വർഷത്തെ കൃഷി സമൃദ്ധമാകുമെന്ന വിശ്വാസം ഇന്നും മനസ്സിലേറ്റുന്നു. കൂവപ്പടി തെങ്ങൻ തൈ വയ്ക്കണു, വാഴ നടണു, പയറിടണു, അങ്ങനെ ഓരോ കൃഷി ചെയ്യണം. പണി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യണത്. വാഴ, തെങ്ങ്, പയറിടണു, പച്ചക്കറികൾ നടണു. ചില തരിച്ച ഭൂമിയായിട്ട് കിടപ്പുണ്ട്. അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. 10-15 പേരടങ്ങുന്ന സംഘമായി ഞാറു നടാൻ ഇറങ്ങിയിരുന്ന കാലവും പാടങ്ങളുടെ കൂട്ടായ്മയും അവർ ഓർമ്മിക്കുന്നു. നെൽകൃഷി കുറഞ്ഞതോടെ ഇന്ന് കൂലിപ്പണിക്കും തൊഴിലുറപ്പ് ജോലികളുമാണ് ആശ്രയം. പശു വളർത്തൽ വീടുകളിലേക്ക് പാടത്ത് നിന്ന് പുല്ലറുത്ത് എത്തിച്ചു നൽകുന്നതും ദൈനംദിന ജോലിയുടെ ഭാഗമായി മാറിയിരിക്കുകയാണ്. ഒരു കാലത്ത് വിത്തുപാകലും ഞാറുപറിക്കലും നടിലും കൊയ്ത്തുമൊക്കെയായി സജീവമായിരുന്ന പാടശേഖരങ്ങൾ ഇന്ന് കാട് കയറുകയോ റിയൽ എസ്റ്റേറ്റ് കയ്യേറുകയോ ചെയ്തിരിക്കുകയാണ്. ശേഷിക്കുന്ന പാടങ്ങൾ പോലും വിഷസർപ്പങ്ങളുടെയും മലമ്പാമ്പുകളുടെയും ആവാസ കേന്ദ്രങ്ങളായി മാറിയെന്നവർ പറയുന്നു. കാലാവസ്ഥ വ്യതിയാനം, മഴയുടെ കുറവ്, കൃഷി ചെലവിന്റെ വർധനവ്, യുവതലമുറയുടെ കൃഷിയോടുള്ള വിമുക്തത എന്നിവയാണ് നെൽകൃഷിയുടെ തകർച്ചയ്ക്ക് പ്രധാന കാരണങ്ങൾ. ഇതോടെ ഭൂഗർഭ ജലനിരപ്പ് താഴുകയും തോടുകളും കിണറുകളും വറ്റിവരളുകയും ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. പഴയ കാർഷിക സംസ്കാരവും നെൽവയലുകളുടെ സമൃദ്ധിയും തിരിച്ചുവരുമെന്ന പ്രതീക്ഷയാണ് ഇന്നും ദേവുചേച്ചിയുടെയും കർഷക സമൂഹത്തിന്റെയും മനസ്സിലുള്ളത്.